നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കാം. നീ എന്നിൽ നിന്നും എത്രമാത്രം ആണെങ്കിലും ഓരോ ദിവസവും കഴിയുമ്പോഴും നീ എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാനായി പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഓരോ രാത്രിയിലും ഓരോ പേടി സ്വപ്നങ്ങൾ കണ്ടും വളരെയധികം പേടിപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ വ്യക്തി കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം ചിന്തകളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വിട്ടുപിരിയാൻ ഈ വ്യക്തിക്ക് ആകില്ല. അതിനിപ്പോൾ ആരൊക്കെ ശ്രമിച്ചാലും ആരൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാലും ഈ വ്യക്തിക്ക് അതിൽ നിന്നും വിട്ടുമാറാൻ ഒരിക്കലും ആവില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് എടുക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു ലാവണ്യം, ആഴം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളും മറികടക്കാനുള്ള ഒരു കഴിവ് ദൈവം ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും. അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള മോഹവും കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു കാരണവശാലും സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുവാനോ വേണ്ടായെന്ന് വെക്കാനോ അടിയറവ് വെക്കാനോ ഈ വ്യക്തി തയ്യാറല്ല. പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ രാത്രികാലങ്ങളിലാണ് വളരെയധികം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റപ്പെടൽ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് സഹിക്കുവാൻ ആകുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലേക്ക് കയറി വരുമ്പോഴാണ് അവിടെ ആശങ്കയുടെ നിഴലുകൾ വന്നു ചേരുന്നത്. ഈ വ്യക്തി ഒറ്റക്കാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റയ്ക്കുള്ള ജീവിതം മടുപ്പായി ഇരിക്കുന്നു. കൂട്ടിന് ഇനിയൊരു ആള് വേണം, അത് നിങ്ങളുടെ സാന്നിധ്യം തന്നെ വേണം എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ മാറ്റങ്ങൾ ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ വളരെ സന്തോഷപൂർവ്വം ആരുടെ മുന്നിലും അടിയറവ് വെക്കാതെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലെ ഈ മാറ്റം കണ്ടിട്ട് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്ഭുത പ്രതിഭാസമായിട്ടാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നിരുന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാധാന്യം ഈ പേഴ്സൺ തന്നിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ മാത്രമാണ് ഈ വ്യക്തി പരിപൂർണതയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തിൽ ജീവിച്ചു പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് വീട് തന്നെയാണ്. സ്വന്തം വീട്ടിൽ സമാധാനപരമായിട്ട് ഇരിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം ലഭിക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്ത് പോയി ഇരിക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നതും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. പക്ഷെ മാലാഖമാർ ഇവിടെ പറയുന്നത് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് തന്നെയാണ്. ഇതിപ്പോൾ യഥാർത്ഥ നല്ലൊരു സമയമല്ല. അതുകൊണ്ട് തന്നെ നല്ല സമയം അല്ലാത്തത് കൊണ്ട് തന്നെ
ഇവിടെ പല വിധത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ആ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചശക്തി നിങ്ങൾ രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മാറ്റി നിർത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇതെന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏകദേശം അറിയുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കിയേ മതിയാകൂ. ഇപ്പോൾ ഈ പ്രണയബന്ധത്തിന്റെ സമയം എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായി കാണപ്പെടുന്നില്ല. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിക്കുന്ന, ആവശ്യം വരുന്ന ഒരു സാഹചര്യവുമായിട്ട് കാണിക്കുന്നു. ഈ വ്യക്തി രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങളുമായി സംസാരിച്ചിരിക്കുവാനും നിങ്ങളുടെ ശബ്ദം കേൾക്കുവാനും ചിരിയും തമാശയും ഒക്കെ കേൾക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുവാനോ ഈ വ്യക്തിയുടെ കൂടെയുള്ളവർ ആരൊക്കെയാണോ അവരിലേക്ക് പോകുവാനോ താല്പര്യപ്പെടുന്നില്ല. മറ്റാരുമായി ഈ വ്യക്തിക്ക് മര്യാദക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി അവർക്ക് എനർജി കൊടുക്കുവാൻ ഈ വ്യക്തിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ട് തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സഹായം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പോസിറ്റിവിറ്റിയിലേക്ക് വഴുതി മാറുവാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സ് പിടിവിട്ടു പോകുന്നു. കെട്ടുപൊട്ടിയ പട്ടം പോലെയാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെ ചില സമയങ്ങളിൽ പിടിച്ചാ കിട്ടുന്നിടത്ത് നിൽക്കുന്നില്ല. ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം തന്നെ കൺട്രോൾ പറ്റാത്ത വിധത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ചില സമയത്ത് മതിയായ മട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ പോലും ഏതാനും ചില പ്രാർത്ഥനകളും വിശ്വാസ രീതികളിലേക്കും ഈ വ്യക്തി വഴിമാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിനെ വളരെയധികം വിഷമത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം തന്നെയായിരുന്നു. നിങ്ങളുടെ സംസാരവും നിങ്ങൾ ഈ വ്യക്തിയെ പ്രശംസിക്കുന്ന രീതി, പെരുമാറുന്ന രീതി, വില കൊടുക്കുന്ന രീതി, ഇതെല്ലാം തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായ കാര്യം തന്നെയായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും യാതൊരു തരത്തിലുള്ള പരിഗണനയും സ്നേഹവും ലഭിക്കാതെ ഒറ്റപ്പെട്ട് വളർന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സ്വർഗതുല്യമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു മുഖം എങ്കിലും നേരിട്ട് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ആഗ്രഹിച്ചു പോകുന്നു. എന്തു തന്നെ ആയാലും ഈ വ്യക്തി ഏതാനും ചില നിങ്ങളുടെ പ്രാധാന്യങ്ങൾ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വേർപിരിയലിന്റെ പിന്നിലുള്ള രഹസ്യം, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന പ്രധാനമായിട്ടുള്ള സത്യം. പ്രപഞ്ചശക്തി പറയുന്നത് കുറച്ചു നാളും കൂടെ ഇതിനു വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പ്രണയബന്ധത്തിനും അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അത് നമുക്ക് തീർത്തും കാണുവാൻ കഴിയുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം നന്നായി ജീവിക്കാൻ പറ്റുമോ, അതും ഒറ്റയ്ക്കുള്ള ജീവിതം എത്ര നന്നായിട്ട് പോകാൻ പറ്റുമോ ആ ഒരു ഊർജത്തിൽ പോകുവാനായി ശ്രമിക്കുക. നിങ്ങൾ ഒരു പക്ഷേ കൂട്ടുകാരും മറ്റുള്ളവരും ഒക്കെയായി അത്യാവശ്യം ആസ്വദിച്ചായിരിക്കാം ജീവിച്ചു പോകുന്നത്. പക്ഷെ ഈ വ്യക്തിയും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ, പകൽ സമയത്ത് എങ്ങനെയെങ്കിലും നടക്കും. പക്ഷെ രാത്രി കാലങ്ങളിൽ ഈ വ്യക്തിക്ക് വളരെയധികം പേടിയാണ്. ഇത് തീർത്തും ഓരോ ദിവസവും കഴിയും തോറും ഈ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും സാഹചര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെ ആയാലും ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് സത്യമായ കാര്യമാണ്. അത് ഈ വ്യക്തി ഓരോ നിമിഷത്തിലും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. റൂമിലൊക്കെ ആണെങ്കിലും ഈ വ്യക്തിയുടെ മുറിയിൽ ഒറ്റയ്ക്ക് നിൽക്കാനൊന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ തന്നെ ഒറ്റപ്പെടൽ ഈ വ്യക്തിയെ കാർന്ന് തിന്നാൻ തുടങ്ങും. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സണ് യാതൊരു തരത്തിലും വീട്ടിൽ നിൽക്കാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യമാണ്.
എന്തു തന്നെ ആയാലും ഇത്രയും കാലം നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തി മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു അവസരങ്ങളിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.